ഹായ്, നമ്മൾ ഇത്തവണ വന്നതേ DJയുടെ ഓസ്മോ ആക്ഷൻ 5 Pro എന്ന് പറഞ്ഞ ക്യാമറ ടെസ്റ്റ് ചെയ്യാനാണ്. ഞാൻ ഒരു 10 വർഷമായിട്ട് ആക്ഷൻ ക്യാമറകളും എല്ലാ ക്യാമറകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു 3 ആഴ്ചയായിട്ട് ഈ DJയുടെ ആക്ഷൻ 5 Pro എൻ്റെ കയ്യിൽ തന്നെയാണ്. ഞാൻ പോകുന്നിടത്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ അറിയോ, എന്തേ നമ്മൾ പരിചയപ്പെടാൻ ഇത്ര വൈകി എന്നുള്ളതാണ്. കാരണം അത്ര രസമുണ്ട്, അത്ര ക്വാളിറ്റിയാണ്. തുടങ്ങിയാലോ നമുക്ക് DJയുടെ ആക്ഷൻ 5 Proയുടെ ആക്ഷൻ രംഗങ്ങൾ. മൊത്തത്തിൽ ഒരു മാറ്റ് ഫിനിഷ് ബോഡിയാണ്, നല്ല സ്റ്റേഡിയാണ്, ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. f2.8 എന്ന് പറഞ്ഞാൽ അപ്പർച്ചറാണ്, വൈഡ് ഓപ്പണിംഗ് ആണ്, അതുകൊണ്ട് ലൈറ്റ് കൂടുതൽ കിട്ടും. പിന്നെ 1/1.3 എന്നുള്ളത് സെൻസറിൻ്റെ സൈസ്, അതും വലിയ സെൻസറാണ്. ഫീൽഡ് ഓഫ് വിഷൻ 155 ഡിഗ്രി. ആക്ഷൻ 5 Pro എന്നിങ്ങനെ നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ ഇത് കളർ ടെമ്പറേച്ചർ സെൻസറാണ്. മുന്നിലും പിന്നിലും ഓർഗാനിക് LED, അതായത് OLED ടച്ച് സ്ക്രീനുകളാണ്. ഇതിലും എല്ലാ മെനു കാര്യങ്ങളും നമുക്ക് ചൂസ് ചെയ്യാം. ഇതാണ് ഷട്ടർ ബട്ടൺ. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ, ഒറ്റ പ്രസ് മതി, സംഭവം ഒരു ലാഗും ഇല്ലാതെ ഓണായി വരും. ഇതാണ് ക്വിക്ക് സ്വിച്ച് ബട്ടൺ. ഇവിടെ Type-C പോർട്ടും. ഇത് മാഗ്നറ്റാണ്. ഇവിടെ ക്ലാമ്പൊക്കെ അറ്റാച്ച് ചെയ്യാം, അതിൻ്റെ സ്റ്റിക്കൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇനി നോക്കിക്കോണേ, ക്വിക്ക് സ്വിച്ച് പ്രസ് ചെയ്യാണ്. ഇത് പല മോഡ് പെട്ടെന്ന് നമുക്ക് എടുക്കാം. ഇവിടെയാണ് ബാറ്ററി, പിന്നെ മെമ്മറി കാർഡ് സ്ലോട്ട്. ബാറ്ററി നിങ്ങൾക്കറിയാം, സാധാരണ ആക്ഷൻ ക്യാമറകളുടെ ബാറ്ററിയൊക്കെ തന്നെ അതിങ്ങനെ. എന്തിനാണ് ഒരു ആക്ഷൻ ക്യാമറ എന്ന് ചോദിക്കുകയാണെങ്കിൽ, അസാധ്യ ആംഗിളുകളിൽ കാര്യങ്ങൾ പകർത്താൻ ആക്ഷൻ ക്യാമറയെക്കാളും ബെസ്റ്റ് ഒരു സാധനമില്ല. പിന്നെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. എവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോർമലി വെള്ളച്ചാട്ടത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുമ്പോൾ നിങ്ങളുടെ ഫാമിലി മൊമെൻറ്റ്സ് എവിടെ വേണമെങ്കിലും സ്യൂട്ടായിട്ടുള്ള വളരെ കോമ്പാക്റ്റുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ സാധാരണ വലിയൊരു ക്യാമറ വാങ്ങുന്നതിനേക്കാളും ബെസ്റ്റ് ഈ ക്യാമറ വാങ്ങുകയാണ്. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും, നമ്മുടെ ഫോണും ഇതൊക്കെ ഒരേപോലെയല്ലേ? ഇപ്പം ഫോണിൽ ഇതും വാട്ടർ പ്രൂഫാണ്, ഇതും വാട്ടർ പ്രൂഫാണ്. എങ്ങനെയാണ് ഇത് കമ്പയർ ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഫോൺ ഒരു പ്രാവശ്യം ഞാൻ മൂന്നാറിലൊരു സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്ത് വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഇറക്കിയുള്ളൂ കേട്ടോ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴേക്ക് എൻ്റെ സ്പീക്കർ ചെലമ്പൽ, അതായത് ഒരു നോയ്സൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ അങ്ങനെ വിലയേറിയ ഫോണുകൾ പൂളിലും മറ്റും ഇറക്കിയിട്ട് നമ്മളത് പണി ഉണ്ടാക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിന് പകരം ഇങ്ങനത്തെ ഒരു ക്യാമറ വാങ്ങി വയ്ക്കുക. അപ്പോൾ ഒരു ഫോണിനേക്കാളും ക്വിക്കായിട്ട് വീഡിയോ ക്യാപ്ചർ ചെയ്യാം. നമ്മളിപ്പോൾ യാത്രയിൽ സപ്പോസ് 5 ഒറ്റയാൻ മുന്നിൽ വരികയെന്ന് പെട്ടെന്ന്, അപ്പോൾ ഒറ്റ പ്രസ് ചെയ്താൽ മതി, ഇത് വീഡിയോ റെക്കോർഡിംഗ് ആവും. കണ്ടോ, ഒറ്റ ക്ലിക്കിൽ വീഡിയോ റെക്കോർഡിംഗ് ആയി. അതാണ് അഡ്വാൻറ്റേജുകളിൽ ഒന്നായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ നമ്മളെ ഫോണായിട്ട് ചെറിയൊരു കമ്പാരിസൺ ചെയ്യുകയാണ്. ആരാണ് ക്വിക്കായിട്ട് വീഡിയോ പകർത്തുന്നതെന്നോ, വിന്നർ ആക്ഷൻ 5 Pro തന്നെയാണ്. ഇനി നമുക്ക് പെർഫോമൻസ് നോക്കാം. വീഡിയോ ആണല്ലോ ആക്ഷൻ ക്യാമറകളുടെ പ്രധാനമായിട്ടും. അതിൽ എങ്ങനെയുണ്ട് പെർഫോമൻസ്? വലിയ സെൻസറാണെന്ന് നമ്മൾ നേരത്തെ കണ്ടു, അതുകൊണ്ട് തന്നെ വ്യക്തത, ക്ലാരിറ്റി കൂടുതലുള്ള വിഷ്വലാണ്. ലൈറ്റ് ഒക്കെ പക്കയാണ്. വീഡിയോ ക്വാളിറ്റി നമ്മൾ പറയുമ്പോഴേ ഡൈനാമിക് റേഞ്ച് വലിയ കാര്യമാണ്. അതായത് ഡാർക്ക് ഏരിയയിലും കൂടുതൽ ലൈറ്റുള്ള ഏരിയയിലൊക്കെ എത്രമാത്രം ഡീറ്റെയിൽസ് ഉണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ്. ആക്ഷൻ 5 Pro ഇതിലൊക്കെ കിടുവാണ്. ഡാർക്ക് ഏരിയകളിലൊക്കെ നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മൾ ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് മാറുമ്പോൾ ആ ഡിഫറൻസ് ഒന്നും അങ്ങനെ പെട്ടെന്ന് ഫീൽ ചെയ്യുന്നില്ല. കളർ കിടുവാണ്, ഡീറ്റെയിൽസും കിടുവാണ്. വീഡിയോ റെസല്യൂഷൻ ആണെങ്കിൽ മാക്സിമം 4K 120 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യുക. അത് അറിയാലോ, അത്ര സ്മൂത്ത് വീഡിയോ ആയിരിക്കും. നമ്മൾ സ്ലോ മോഷൻ എന്നൊക്കെ പറയില്ലേ, അത് 4Kയിൽ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ചും കൂടെ ഫ്രെയിം പെർ സെക്കൻഡ് കൂടിയ സ്ലോ മോഷൻ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഫുൾ HD ഷൂട്ട് ചെയ്യുക. അപ്പോൾ 120 എന്നുള്ളത് 240 ഫ്രെയിം പെർ സെക്കൻഡ് ആവും. ഓഡിയോ എങ്ങനെ ഉണ്ട് നോക്കേ. ഇത് ഞാൻ മൈക്കില്ലാതെ റെക്കോർഡ് ചെയ്യണം. ഇപ്പോൾ സാധാരണ ഒരു വ്ളോഗർക്കൊക്കെ എങ്ങനെയാണ് ഇത് സ്യൂട്ടാവോ എന്നറിയാനാണ്. 1 2 3 ആണെങ്കിൽ 10 വരെ എണ്ണാം.
ആക്ഷൻ ക്യാമറകളുടെ ഒരു പ്രധാന ആകർഷണം അതിൻ്റെ സ്റ്റെബിലൈസ്ഡ് വീഡിയോ ആണ്. ഒരു ഗിംബലൊക്കെ ഉപയോഗിക്കുന്ന അതേപോലെ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോ നമുക്ക് കിട്ടും. വലിയ റിസ്ക് ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും അങ്ങനെ ഷൂട്ട് ചെയ്യാം. DJയുടെ സ്റ്റെബിലൈസേഷന് റോക്ക് സ്റ്റഡി എന്നാണ് അതിൻ്റെ പേര്. റോക്ക് സ്റ്റഡി പ്ലസ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. ഇത് രണ്ടും എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് പരീക്ഷിക്കാം. ഇതാണ് നോർമൽ വീഡിയോ. നോർമലി നമ്മൾ നടക്കുമ്പോൾ എടുത്ത വീഡിയോ ആണിത്. അത് കഴിഞ്ഞിട്ട് റോക്ക് സ്റ്റഡി ഓൺ ആക്കിയാൽ കണ്ടോ ഇത്ര സ്മൂത്തായിട്ടാണ് വീഡിയോ കിട്ടുക. അത് കഴിഞ്ഞ് റോക്ക് സ്റ്റഡി പ്ലസ് ആണെങ്കിലോ കുറച്ചും കൂടെ ക്രോപ്പായിട്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടും. രാത്രിയിലെ നോയ്സ് ഒന്നും ഇല്ലാതെ വീഡിയോ പിടിക്കാൻ സൂപ്പർ നൈറ്റ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. കിഡ്ലൻ മോഡാണ്. ഇനി അത് വെയിറ്റ് ചെയ്യും. ഇതാണ് സാധാരണ നൈറ്റ് വീഡിയോ 4K 60 ഫ്രെയിം/സെക്കൻഡ്. ഇതാണ് സൂപ്പർ നൈറ്റ് മോഡ് 4K 60 ഫ്രെയിം/സെക്കൻഡ് തന്നെ കണ്ടോ. ഈ സൂപ്പർ നൈറ്റ് മോഡിലെ ഇരുട്ടിലെ ഡീറ്റെയിൽസ് കൂടും, പ്ലസ് നോയ്സ് അത് അത്ര പ്രകടമായിട്ട് ഫീൽ ചെയ്യണമില്ല. ഈ വീഡിയോ നോക്കാട്ടോ. ഈ ആൽമരത്തിലേക്ക് ശ്രദ്ധിച്ചാൽ മതി. ആൽമരം സൂപ്പർ നൈറ്റിലും സൂപ്പർ നൈറ്റ് പ്ലസിലും നല്ല ക്ലാരിറ്റിയോടെ കാണാൻ പറ്റും. ഇത്ര നമ്മൾ ഓട്ടോ മോഡിലാണ് ഷൂട്ട് ചെയ്തത്. ഇനി ഓട്ടോ മോഡ് വേണ്ട, നമുക്ക് കുറച്ചും കൂടെ ക്രിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ പ്രോ മോഡുണ്ട്. അതിൽ ഷട്ടർ സ്പീഡ്, ISO ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ക്രമീകരിക്കാം. എന്നിട്ട് കൺഫേം അടിക്കണം. വീഡിയോയിലും പ്രോ സെറ്റ് ചെയ്യുക. അതൊരു ഭയങ്കര രസമുള്ള കാര്യമാണ്. മാനുവലി നമുക്ക് ഓക്കെ കൺഫേം കൊടുക്കുക. ഇനി കളർ പ്രൊഫൈലിലും ഈ പ്രോ ലെവലിൽ ഷൂട്ടിങ് പറ്റും. കളറ് നോർമൽ 8 ബിറ്റ് ഉണ്ട്, D-Log 10 ബിറ്റ് എന്നുള്ളത് അറിയാലോ. അത് DJ ഡ്രോണുകളിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന പ്രോ പ്രൊഫൈലാണ്. അതിൽ ഷൂട്ട് ചെയ്തുള്ള ഗുണം എന്താണെന്ന് അറിയാം. ഷാഡോ, ലൈറ്റ് ഏരിയകൾ എന്നുള്ള ഡീറ്റെയിൽസ് പിന്നീട് നമുക്ക് സുഖമായിട്ട് പൊക്കിയെടുക്കാൻ പറ്റും. കളർ ഗ്രേഡിംഗ് ഒക്കെ പക്കായിട്ട് ചെയ്യാൻ പറ്റും. ഈ ആക്ഷൻ 5 പ്രോയിൽ അതിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ഉണ്ട്. അതാണ് D-Log M 10 ബിറ്റ് പ്രൊഫൈൽ. ഈ M എന്ന് പറഞ്ഞാൽ മോഡിഫൈഡ് എന്നാണ് എൻ്റെ മീനിങ്. നിങ്ങൾക്ക് ക്വാളിറ്റി ഒരു പ്രശ്നമേ അല്ല ഇതിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ. ഇനി ഫോട്ടോഗ്രാഫി. ഇത് മാനുവൽ മോഡിലെടുത്താണ്, ഇതും മാനുവൽ മോഡിലെടുത്താണ്. നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക്കാണ്. പിന്നെ നൈറ്റ് നോയ്സ് അധികം ഫീൽ ചെയ്യണില്ല. പട്ടാപ്പകൽ മൂന്നാറിൻ്റെ ഷോട്ട്. ഇതും മാനുവൽ മോഡാണ്. മൊത്തത്തിൽ ഫോട്ടോഗ്രാഫിക്കും നല്ല റിസൾട്ടാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ആക്ഷൻ 5 പ്രോയുടെ ഒരു അഡ്വഞ്ചർ ബണ്ടിലുണ്ട്. അത് വാങ്ങാണ് ബെസ്റ്റ്. അതിലെന്തൊക്കെയാണെന്നറിയോ? 1 ആക്ഷൻ 5 പ്രോ ക്യാമറ, 2 ഇത് പ്രൊട്ടക്റ്റീവ് കേസ്, 3 ഇതിൻ്റെ സ്റ്റിക്ക്. ഈ ബണ്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ബാറ്ററി പാക്കാണ്. 3 ബാറ്ററി ഉണ്ട്. അപ്പോൾ ഓൺ ദ ഗോ നമുക്ക് ചാർജ് ചെയ്യാം. ഈ ക്യാമറയും സ്റ്റിക്കും തമ്മിൽ അറ്റാച്ച് ചെയ്യുന്നത് മാഗ്നറ്റ് വഴിയാണെന്ന് നിങ്ങൾക്കറിയാലോ. DJ ഇതിലൊരു രസം ചെയ്തിട്ടുണ്ട്. നമ്മൾ നോർമലി റീൽസൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ കുത്തനെ പിടിക്കുമല്ലോ. അപ്പോൾ സ്റ്റിക്ക് ആ വെർട്ടിക്കൽ മോഡിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിലും ഇതേപോലെ ഒരു മാഗ്നറ്റിക് അറ്റാച്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്താണ് വെർഡിക്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞതാണ്. എന്തേ ഞാൻ ഈ ക്യാമറയെ പരിചയപ്പെടാൻ വൈകി എന്നുള്ള ചോദ്യമാണ് ആദ്യം മുന്നിൽ വരിക. കാരണം അത്ര രസമുള്ള ക്യാമറയാണ്, ക്വാളിറ്റി ഉണ്ട്, സ്റ്റേഡിയാണ്, ഡൈനാമിക് റേഞ്ചൊക്കെ കൂടിയ ഉഗ്രം വിഷ്വലാണ്, സ്റ്റെബിലൈസേഷനും ഓക്കെയാണ്. എപ്പോഴും കൂടെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ക്യാമറ വേണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആക്ഷൻ 5 പ്രോയെ ചൂസ് ചെയ്യാം.